ഈ പ്രളയ ദുരിതം നേരിടാൻ വേണ്ടിയുള്ള സഹായ പദ്ധതികൾ പ്രഖ്യാപിച്ചപ്പോൾ ആ പട്ടികയിൽ കേരളം ഇല്ല എന്നതാണ് മറ്റൊരു കാര്യം. ബീഹാർ, അസം, ഹിമാചൽ, സിക്കിം തുടങ്ങിയ സംസ്ഥാനങ്ങളെയാണ് ഈ പദ്ധതിക്കായി പരിഗണിച്ചിട്ടുള്ളത്. രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. കേരളം ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. പ്രത്യേക പാക്കേജ് അടക്കമുള്ള കേരളത്തിന്റെ ആവശ്യങ്ങൾ എത്രമാത്രം ഈ ബജറ്റിൽ പരിഗണിച്ചിട്ടുണ്ട്? തീർച്ചയായിട്ടും ഈ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു പ്രത്യേക പാക്കേജിന്റെ പരിധിയിലേക്ക് കേരളത്തിന് ഒരു ഗുണകരമായിട്ടുള്ള സമീപനം ഉണ്ടായി എന്ന് നമുക്ക് കരുതാൻ സാധിക്കില്ല. കാരണം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഈ ഗോപി സൂചിപ്പിച്ചതുപോലെ അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ മഴ ദുരിതങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം. ഒരുപക്ഷെ ഇന്നലെ അടക്കമുള്ള ദിവസങ്ങളിൽ കേരളത്തിൽ നിന്നുള്ള എംപിമാർ അടിയന്തര പ്രമേയത്തിനടക്കം നോട്ടീസ് നൽകി ആ വിഷയം ഉന്നയിക്കാൻ ശ്രമിച്ചിരുന്നതാണ്. സംസ്ഥാനത്തെ വിവിധ മേഖലകളിൽ, പ്രത്യേകിച്ച് കാർഷിക മേഖലയിൽ അടക്കം ഉണ്ടായ നാശനഷ്ടങ്ങൾ നമുക്ക് ഏവർക്കും അറിയാവുന്നതും അത് വിവരണ അതീതമായിട്ടുള്ളൊരു സാഹചര്യവും ആണ് നിലനിൽക്കുന്നത്. പക്ഷേ സംസ്ഥാനത്തെ അതിന് പരിഗണിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ദുഃഖകരമായിട്ടുള്ള വസ്തുത. മറ്റ് പദ്ധതികളുമായി ബന്ധപ്പെട്ട് അതിൽ കേരളത്തിൽ നടന്നുവരുന്ന കേന്ദ്ര വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഹിതം എത്രത്തോളമാണ് കേരളത്തിന് നൽകിയിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള വിവരം അത് വിശദമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് അല്പസമയത്തിനകം പുറത്തുവരും. ആ ഘട്ടത്തിൽ മാത്രമായിരിക്കും നമുക്ക് അതിനെ പറയാനായി സാധിക്കുക. ഈ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ഉള്ള ചില ഇടപെടലുകൾ അതൊരുപക്ഷെ ഈ വ്യാപകമായിട്ട് ഈ ബഡ്ജറ്റിന്റെ ഭാഗമായിട്ട് പ്രഖ്യാപിച്ച പദ്ധതികളിൽ ചിലത് സംസ്ഥാനത്തിന് ഗുണകരമാകുന്ന രീതിയിലേക്ക് വരും. അതിൽ ഈ കാർഷിക രംഗത്തിന് പ്രത്യേക ഗവേഷണ പദ്ധതി പ്രഖ്യാപിച്ചത്, ഒപ്പം മുദ്രാ ലോണുമായി ബന്ധപ്പെട്ട് എടുത്ത തീരുമാനം, ഒപ്പം കേരളത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഈ ദേശീയ സഹകരണ നയം ഉണ്ടാക്കും എന്നുള്ളതാണ്. നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ തന്നെ സംസ്ഥാനം ഏറ്റവും പ്രധാനമായിട്ട് സഹകരണ മേഖലയിൽ വലിയ രീതിയിൽ പ്രാധാന്യം നൽകി പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്തിന് അത് പ്രാധാന്യപ്പെട്ട ഒന്നായി മാറുന്നുണ്ട്. നൈപുണ്യ നയം അനുസരിച്ച് 4 കോടി യുവാക്കൾക്ക് തൊഴിൽ എന്നൊരു പ്രഖ്യാപനം വരുന്നുണ്ട്. ഒരുപക്ഷെ ആ ഗണത്തിൽ ഈ സംസ്ഥാനം കേരളം നൈപുണ്യ വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിൽ ഒരുപക്ഷെ ദേശീയ തലത്തിൽ തന്നെ ഏറ്റവും മുന്നിൽ നിൽക്കുന്നു എന്നുള്ളത് ഏറ്റവും ഗുണം ചെയ്യുന്ന ഒരു പദ്ധതി സംസ്ഥാനത്തിന് അതായി മാറും എന്ന് വേണം നമുക്ക് കരുതാൻ. ഈ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ ഇന്റേൺഷിപ്പിന് അവസരം ഒരുക്കും എന്ന വിധത്തിലുള്ള പ്രഖ്യാപനം, ആ ഇന്റേൺഷിപ്പിന് 5000 രൂപ നൽകും എന്നുള്ള പ്രഖ്യാപനം ഉൾപ്പെടെയുള്ളവ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അത് സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. സംസ്ഥാനത്ത് ഈ ക്യാൻസർ മരുന്നുകളുടെ വില കുറയും എന്ന പ്രഖ്യാപനവും ഒരുപക്ഷെ സംസ്ഥാനത്ത് വിവിധ മേഖലകളിൽ അത് പ്രതിഫലനം സൃഷ്ടിക്കുന്നതാണ്. ക്യാൻസർ മരുന്നുകൾക്ക് ഉണ്ടാകുന്ന വിലക്കയറ്റം വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന, പ്രത്യേകിച്ച് ജീവിതശൈലി രോഗങ്ങൾക്ക് ഒപ്പം ക്യാൻസർ വ്യാപനം പല മേഖലകളിലും നമ്മുടെ സംസ്ഥാനത്ത് ഉള്ള ഒരു സാഹചര്യത്തിൽ അത് ആ വിധത്തിൽ ഒരു ഗുണകരമായി മാറുന്ന ഒരു പ്രഖ്യാപനമായി നമുക്ക് കരുതാം. 10 ലക്ഷം രൂപ വരെ ഉന്നത വിദ്യാഭ്യാസത്തിന് വായ്പ നൽകാനായിട്ടുള്ള തീരുമാനം സംസ്ഥാനത്തെ സംബന്ധിച്ച് കൂടുതൽ ഈ മാനവ വിഭവ ശേഷി മേഖലയിൽ സംഭാവന നൽകുന്ന സംസ്ഥാനത്തെ സംബന്ധിച്ച് ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒന്നാണ്. എന്നാൽ ബീഹാറിനോ അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശിനോ പ്രഖ്യാപിച്ചതുപോലെ അർഹതയുണ്ടായിട്ടും സംസ്ഥാനത്തെ സംബന്ധിച്ച് വലിയ വെല്ലുവിളികൾ, ഒരുപക്ഷെ ഈ സാമ്പത്തികമായിട്ടും പ്രളയത്തിന് ശേഷമുള്ള വെല്ലുവിളികളും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു പ്രത്യേക പരിഗണനയോ പ്രത്യേക ധന പാക്കേജോ സുപ്രീം കോടതിയിലടക്കം സംസ്ഥാനത്തിന്റെ ധന വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയ സംസ്ഥാനം എന്ന നിലയിൽ ആ വിധത്തിലൊരു കേരളം മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ പരിഗണിക്കുമ്പോൾ ഈ ബജറ്റിൽ കേരളത്തിന് നിരാശപ്പെടാനുള്ള സാഹചര്യമാണോ? കേരളം അവഗണിക്കപ്പെട്ടു എന്നാണോ നമ്മൾ പറയേണ്ടത്? 24,000 കോടിയുടെ പാക്കേജ് കേരളം ആവശ്യപ്പെട്ടിരുന്നു. കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച നടപടിയിൽ ഒരു പുനഃപരിശോധന കേരളം പ്രതീക്ഷിച്ചതാണ്. 5,000 കോടിയുടെ മൂലധന നിക്ഷേപം വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടി കേരളം ആവശ്യപ്പെട്ടിരുന്നു. ഈ കാര്യങ്ങളിൽ ഒന്നും പരിഗണന ലഭിച്ചില്ല എന്ന് മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രളയ ദുരിതം നേരിടാൻ വേണ്ടിയുള്ള സഹായ പദ്ധതികൾ പ്രഖ്യാപിച്ചപ്പോൾ ആ പട്ടികയിൽ, സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളം ഉൾപ്പെട്ടിട്ടില്ല. ബീഹാറിനും അസമിനും ഹിമാചലിനും സിക്കിമിനും ഈ പണം നൽകാൻ കേന്ദ്രം തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ കേരളത്തിന്റെ ആവശ്യങ്ങൾ അത് അവസാന ഘട്ടത്തിലും എംപിമാർ നിരന്തരം ഉന്നയിച്ചിട്ടും ആ ആവശ്യങ്ങൾ പരിഗണിക്കപ്പെടാതെ പോയി എന്നത് ഈ ബജറ്റിൽ എടുത്തു പറയേണ്ട ഒന്നാണോ? തീർച്ചയായിട്ടുമാണ് ഗോപി. കാരണം
സംസ്ഥാനത്തെ സംബന്ധിച്ച് നിലവിലുള്ള സാഹചര്യത്തിൽ നമ്മുടെ വ്യവസായ അന്തരീക്ഷത്തിന് മെച്ചമാകുന്ന ഒരു സമീപനം വിഴിഞ്ഞം തുറമുഖത്തിന്റെ യാഥാർത്ഥ്യവൽക്കരണത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ അനിവാര്യമായിട്ടുള്ള ഒന്നാണ്. വ്യാവസായിക ഇടനാഴികളുടെ പ്രഖ്യാപനം ഉണ്ടായ ഘട്ടത്തിൽ ഒരുപക്ഷെ സംസ്ഥാനത്തിന് ഏതെങ്കിലും വിധത്തിൽ ഒരുപക്ഷെ ഈ സമീപനം അതിന്റെ ഗുണകരമായിട്ടുള്ള ഒരു സമീപനം ഉണ്ടായില്ല. ഈ കേരളത്തെ സംബന്ധിച്ച് കേരളം പല ഘട്ടങ്ങളിലായിട്ട് ചൂണ്ടിക്കാട്ടുന്ന ഒന്നാണ് ആരോഗ്യ മേഖലയിൽ സംസ്ഥാനം നേരിട്ടുകൊണ്ടിരിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള വെല്ലുവിളികൾ. അതിനെ അടിസ്ഥാനപ്പെടുത്തി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചില നിർദ്ദേശങ്ങളും സംസ്ഥാനം നൽകിയിട്ടുണ്ട്. അതിൽ ഈ പകർച്ചവ്യാധി പരിശോധനാ സംവിധാനത്തിന്റെ ആധുനികമായിട്ടുള്ള സ്ഥാപനങ്ങൾ അടക്കമുള്ളവ നമ്മൾ ചോദിച്ചിട്ടുള്ളതാണ്. ജലജന്യ രോഗങ്ങളുടെ വ്യാപനം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, രോഗനിർണയ കേന്ദ്രങ്ങൾ ഒക്കെ സംസ്ഥാനം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേന്ദ്ര പദ്ധതികളുടെ കൂട്ടത്തിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഇതൊന്നും അനുവദിച്ചിട്ടില്ല എന്നുള്ളത് ഈ ആരോഗ്യ മേഖലയിൽ സംസ്ഥാനത്തിന് തിരിച്ചടി ഉണ്ടാക്കുന്ന ഒന്നാണ്. വ്യവസായ മേഖലയിൽ ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയ വ്യാവസായിക ഇടനാഴികളുടെ പ്രഖ്യാപനം വന്ന ഘട്ടത്തിൽ കേരളത്തിനെ സംബന്ധിച്ച് ആ വിധത്തിലുള്ള ഒരു പ്രഖ്യാപനത്തിന്റെ പരിധിയിലേക്ക് സംസ്ഥാനം വന്നിട്ടില്ല. ആന്ധ്രയിൽ തുടങ്ങി ഒരുപക്ഷെ തമിഴ്നാട് വരെ എത്തുന്ന വിധത്തിൽ ആ പ്രഖ്യാപനം വന്നപ്പോൾ കേരളത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് അത് നീളുന്ന ഒരു സമീപനം സ്വീകരിക്കാൻ അഥവാ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ ധനമന്ത്രി നിർമ്മലാ സീതാരാമന് സാധിച്ചില്ല എന്നുള്ളത് ഒരുപക്ഷെ സംസ്ഥാനത്തിന് തിരിച്ചടിയാകുന്ന ഒന്നാണ്. കൊച്ചി അടക്കമുള്ള മേഖലകളിൽ സംസ്ഥാനം വലിയ വ്യാവസായികമായിട്ടുള്ള IT അടക്കമുള്ള മേഖലകളിൽ സംസ്ഥാനം വലിയ പ്രതീക്ഷകൾ വെച്ചു പുലർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതിന് അനുബന്ധമായി കേരളത്തിന് നിരാശാജനകമാണ് ഈ ബജറ്റ് എന്ന് പറയേണ്ടി വരും. കാരണം കേരളത്തിന്റെ ആവശ്യങ്ങൾ ആ നിലയ്ക്ക് പരിഗണിച്ചിട്ടില്ല എന്ന് നമ്മൾ പറയാം.